ദിസ് ഈസ് മൈ ഗെയിമിംഗ് സെറ്റപ്പ് ആൻഡ് 250 ഡേയ്സിനുള്ളിൽ ഞാനിതെൻ്റെ ഡ്രീം ഗെയിമിംഗ് സെറ്റപ്പ് ആക്കി മാറ്റാൻ പോകുന്നു. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് ബിൽഡിംഗ് മൈ ഡ്രീം PC in 250 days. ഈ ചാനൽ തുടങ്ങുമ്പോൾ തൊട്ട് എൻ്റെ ഗോൾ എന്ന് പറയുന്നത് ഒരു FC ക്രിയേറ്റർ ആവാമെന്നാണ്. എൻ്റെ S2Gനൊക്കെ മാതിരി ആവണം തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. സോ അതിനു വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ ഈ ഡ്രീം PC ബിൽഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കണേ. ആൻഡ് ഈ 250 ഡേയ്സ് ഞാൻ എന്തുകൊണ്ടാണ് കൊടുത്തതെന്ന് വെച്ചാൽ ഇപ്പോൾ കറൻ്റ് ഞാൻ 10th-ലാണ്. സോ ബോർഡ് എക്സാം ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ 250 ഡേയ്സ് വേണ്ടി വരും ബോർഡ് എക്സാമിങ് കഴിയാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഡെഡ് ലൈനും ടൈം ലിമിറ്റും ഒക്കെ കൊടുത്തതാണ്. സോ ബോർഡ് എക്സാം കഴിയുമ്പോഴേക്ക് ഈ PC ബിൽഡ് ചെയ്ത് കഴിയണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ അങ്ങോട്ട് ഫുൾ FC കണ്ടൻസ് ചെയ്യണമെന്നും. അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ചാലഞ്ച് തുടങ്ങാൻ പോകുന്നത്, ഈ സീരീസും തുടങ്ങാൻ പോകുന്നത്. ഈ PCക്ക് വേണ്ടി ഓൾറെഡി ഞാൻ സേവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ആ സേവിങ്സിന്റെ പ്രോഗ്രസ് ഒക്കെ അറിയാനായിട്ട് നിങ്ങൾ അവസാനം വരെ വീഡിയോ കാണണം. ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് തൊട്ടടുത്ത ദിവസം തന്നെ ഞാനൊരു ഷോർട്ട് സീരീസ് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ തുടങ്ങുന്നതായിരിക്കും. ആൻഡ് അതിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് നമ്മൾ സേവിങ്സ് ചെയ്യുന്നത് ആ വീഡിയോസിൻ്റെ റേഷൻസ് അനുസരിച്ചായിരിക്കും. കമൻറ്റ്, ലൈക്ക്, ആ വിധ സംഭവങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ സേവിങ്സ്, ഒരു ടൈപ്പ് സേവിങ്സ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഞാൻ ആ ഷോർട്ട് സീരീസിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരും. അടുത്തതെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ പോക്കറ്റ് മണി കിട്ടണതും, പിന്നെ അതല്ലാണ്ട് ഞാനിപ്പോൾ വല്ല വീഡിയോ എഡിറ്റിംഗ് ചെയ്ത് വല്ല പൈസ കിട്ടുകയാണെങ്കിൽ അതും. ആൻഡ് അടുത്ത കാര്യം എന്ന് പറഞ്ഞത് ഈ സീരീസ് നല്ലോണം ക്ലിക്കായി ഈ യൂട്യൂബ് മോണിറ്റൈസ് ആയി അത് നല്ലൊരു കാര്യമായിരിക്കും. ആൻഡ് അല്ലെങ്കിൽ തന്നെ ബ്രാൻഡ് പ്രൊമോഷൻസ് ഒക്കെ വരാണെങ്കിൽ അതും നല്ലൊരു സംഭവം തന്നെയായിരിക്കും നമ്മുടെ സേവിങ്സിലേക്ക് വേണ്ടിയിട്ട്. ആൻഡ് അതാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്. പിന്നെ അതല്ലാണ്ട് ഞാൻ ഡെയിലി ഇന്ന മിനിമം എമൗണ്ട് ഞാനിപ്പോൾ സേവ് ചെയ്യുന്നുണ്ട്. അത് തന്നെ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഒരു 80% ഗോള് നമ്മൾ എത്തുന്നതായിരിക്കും നമ്മുടെ PC ബിൽഡ് ചെയ്യാനുള്ള. ദിസ് ഈസ് മൈ കറന്റ് സെറ്റപ്പ്. ഇതിലെന്താന്ന് വെച്ചാൽ ലെനോവോ IdeaPad 3 എന്ന് പറയുന്ന ഒരു ലാപ്ടോപ്പാണ്. ഇത് ഗെയിമിംഗ് ലാപ്പൊന്നല്ല. ഇതിന് 35,000 ആണ് ഞാൻ വാങ്ങിയപ്പോൾ. ഇത് ഞാൻ ലോക്കൽ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിച്ചതാണ്, ഓൺലൈനൊന്നല്ല. അതിൻ്റെ അടുത്ത സംഭവം എന്ന് പറയുന്നത് ഒരു ഡെൽ ഓഫീസ് മൗസ് ആണ്. ഞാൻ വാങ്ങിയതൊന്നല്ല, എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു സംഭവമാണ്. പിന്നെ ഉള്ളതൊരു സ്ട്രിഫ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ മൗസ് പാഡാണ്. ഇത് വെറും 100 രൂപയ്ക്ക് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. എൻ്റെ അടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ അടുത്ത് വാങ്ങിയൊരു സംഭവമാണ്, ഒരു വയേർഡ് കൺട്രോളർ സെബ്രോണിക്സിൻ്റെ. ആൻഡ് അത് ഇത്തിരി മണ്ടത്തരം പറ്റി ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങാത്ത കാരണം അതിന് ഒരു 1500 rupees ആയിട്ടുണ്ട്. ഓൺലൈനിലാണെങ്കിൽ 1000 rupeesന് കിട്ടിയാനെ. സോ പിന്നെ ഈ ഡെസ്ക്കാണ്. ഇത് ഞാൻ സ്റ്റഡി യൂസിന് വേണ്ടി വാങ്ങിച്ചതാണ്. ഇപ്പം ഞാൻ ഈ ഡെസ്കിൻ്റെ മുകളിലാണ് ലാപ്പൊക്കെ വെച്ചാണ്. സോ ഈ ഡെസ്കിന് ഒരു 5000 rupees ആയിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ടോട്ടൽ ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കാം. സോ ഇത്രയാണ് ഇപ്പോൾ നമ്മുടെ കറന്റ് സെറ്റപ്പിലുള്ളത്. ഇതാണ് ഇനി ഞാൻ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കണം നമ്മുടെ ഡ്രീം PC എന്ന് പറയുന്നത്. ഇതിൽ ഞാൻ ഓരോ പാർട്ടുകൾ ഓരോ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങൾക്ക് റിവീൽ ചെയ്ത് തരാം. അപ്പോൾ ഞാൻ എന്തായാലും റിവീൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ CPU ആണ്. അപ്പോൾ ഞാൻ 2 ഓപ്ഷനാണ് ഞാൻ കൺസിഡർ ചെയ്യണേ. അതിൽ സെക്കൻഡറി ഓപ്ഷൻ ഞാൻ ആദ്യം പറയാം. സെക്കൻഡറി ഓപ്ഷനായിട്ട് ഞാൻ കൺസിഡർ ചെയ്യണത് AMDയുടെ തന്നെ Ryzen 5 സീരീസിൽ വരുന്ന 7600 മോഡലാണ്. ഇത് AMD Ryzen 5 7600X ആണ് ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കണത്. ആൻഡ് അതിൻ്റെ പ്രൈസ് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കാം, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ആൻഡ് ഇതൊരു പ്രൈമറി പാർട്ടായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കണത്. ഇത് ഞാൻ ബഡ്ജറ്റ് എങ്ങനെയാണ് സെറ്റ് ആവണം അതിനനുസരിച്ചായിരിക്കും പ്രൈമറിയും സെക്കൻഡറിയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വാങ്ങാൻ പോകുന്നത്. സോ പ്രൈമറി തന്നെയാണ് എൻ്റെ മെയിൻ ഗോള്. അപ്പോൾ അത് ഏത് പ്രൊസസ്സറാന്ന് വെച്ചാൽ AMD Ryzen 7 സീരീസിൽ വരുന്ന 7700ൻ്റെ ഒരു മോഡലാണ് ഞാൻ പ്രൈമറി ആയിട്ട് ഞാൻ നോക്കുന്നത്. അതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 35,000 ആണ്. സോ അത്യാവശ്യം നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. അന്ന് ആ പെർഫോമൻസിന് വലിയ വ്യത്യാസമില്ല. ഇത് മിക്കത് ഞാൻ സെക്കൻഡറി തന്നെയായിരിക്കും ഫൈനൽ ബിൽഡിന് ചൂസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നിങ്ങളുടെ സജഷൻസ് പറയാം. പിന്നെ ഇതിൽ നല്ല ബെറ്റർ ഓപ്ഷൻസ്, ആൾട്ടർനേറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അടിയിൽ കമൻറ്റ് ചെയ്യുക. ഇതാണ് ഞാൻ ഈ എപ്പിസോഡിൽ റിവീൽ ചെയ്യാൻ പോകുന്ന നമ്മുടെ പാർട്ട് എന്ന് പറയുന്നത് CPU ആണ്. ഓക്കെ, നമ്മളെന്തായാലും ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ സേവ് ചെയ്താണ് എത്രയാണ്. പിന്നെ ഈ 250 ഡേയ്സിൽ 2 days ആണ് ആകെ കഴിഞ്ഞിട്ടുള്ളൂ. ആൻഡ് ഈ 2 daysനുള്ളിൽ തന്നെ ഞാനിപ്പോൾ 800 rupees സേവ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റഡ് ഗോളായിട്ട് വയ്ക്കുന്നത് 1,50,000 ആണ്. അപ്പം അത്ര വേണ്ടി വരുമോയെന്ന് എനിക്കറിയില്ല. പിന്നെ മാർക്കറ്റ് അനുസരിച്ച് ഇതിലും കൂടുതലാവുമോയെന്നും എനിക്കറിയില്ല. അപ്പം ഇതാണ് ഞാനിപ്പോൾ ഒരു എസ്റ്റിമേറ്റഡ് ഗോളായിട്ട് വയ്ക്കണേ. ഈ എമൗണ്ട് എത്തിക്കാനാണ് ഞാൻ നോക്കണേ. സോ ഇപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ 0.53% ആണ് നമ്മുടെ ഗോളിലേക്ക് നമുക്ക് പ്രോഗ്രസ് ആയിട്ടുള്ളൂ. സോ ദാറ്റ് ഈസ് എവറിത്തിങ് ഫോർ ദി ഫസ്റ്റ് എപ്പിസോഡ് ഐ ഗസ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ പിന്നെ
എന്തെങ്കിലും സേവിങ്സിനുള്ള ഇതിൽ നല്ല മാർഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഷോർട്ട് സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് വേഗം വരുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. അടുത്ത എപ്പിസോഡായിട്ട് കാണാം, ഷോർട്സ് ആയിട്ട് കാണാം. അതുവരെ ബൈ ഗൈസ്.